മൈ ഡിയേഴ്സ്, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നീ സ്ഥലത്ത് പോകണോ ഇന്നീ സ്ഥലത്ത് പോകണ്ട എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എത്തുന്നിടത്ത് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ സംസാരിച്ചിട്ട് ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ വയലടെ പോയിട്ടില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്നുള്ളത്. മൂപ്പറാണെങ്കിലോ കുറേ വട്ടം പോയതാ. മൂപ്പർ വയലടേക്ക് ഇങ്ങനെ വണ്ടി തിരിച്ചു. വയലട ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു, ഭയങ്കര കോടയായിരുന്നു അവിടെ. അങ്ങനെ അവിടുന്ന് നേരെ വണ്ടി വയനാട് ചുരത്തിലേക്ക് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ വയനാടെത്തി. ഭയങ്കര വയനാട് നിന്ന് താഴോട്ട് ചുരത്തിൻ്റെ മേലെ നിന്ന് ഏറ്റവും മേലെ നിന്ന് താഴോട്ടേക്ക് നോക്കിയപ്പോൾ ഒരു സംഭവം കാണാൻ കഴിയുന്നില്ല. ഭയങ്കര ഇരുടും. ഇത്രയും ലേറ്റായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുള്ള് ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മഴയത്ത് കുടയും പിടിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കൈതപ്പൊയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. നല്ല അടിപൊളി വൃത്തിയുള്ള റൂമായിരുന്നു, മാഷാ അല്ലാഹ്. മോനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റൂമൊക്കെ. മോന് ബെഡിൽ തുള്ളിച്ചാടി കളിച്ച് മോൻ പറഞ്ഞു, സ്കൂൾ നമുക്ക് ഇവിടുന്ന് പോകാം, ബസ്സിനോട് ഇവിടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം കാലത്ത് നാസ്തയൊക്കെ കഴിച്ച് കൊടുവള്ളി ഹിൽ പാർക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഇന്നലത്തെ ബോറടിയും ഇന്നലെ നമ്മൾ വന്നിട്ടുണ്ടായ ശോകത്തെക്കുറിച്ചിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഹസ്ബൻഡും. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ കുറേ പാട്ടും അന്താക്ഷരമൊക്കെ കളിച്ചിട്ടാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ യൂട്യൂബിലൊരു വ്ളോഗ് കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്, കൊടുവള്ളി ഹിൽ പാർക്കിലോട്ട്. ഞങ്ങൾ അവിടെ നേരത്തെ എത്തിയതുപോലൊരു ഫീലിങ്, കാരണം വേറെ ആരും അവിടെ കാണാനില്ല. ഞങ്ങളൊരു 10 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ളിക്കയറാൻ 50 രൂപയാണ് അവർ വാങ്ങിയത്. ബാക്കി എല്ലാ റൈഡ്സിലും നമ്മൾ കയറണമെങ്കിലും എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയ പാടെ ഹസ്ബൻഡിന് അവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ ഓരോരോ യൂട്യൂബ് നോക്കിയിട്ട് ഓരോരോ സ്ഥലം കണ്ടുപിടിക്കുന്നതാന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചീത്തൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ഇഷ്ടംപോലെ സംഭവങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇനിയും പണി എന്തൊക്കെയോ കഴിയാനും ബാക്കിയുണ്ട്. മക്കളെ രണ്ടാളെയും കറങ്ങുന്ന അതിലോട്ട് ഇങ്ങനെ ഇരുത്തി അവരെ കുറച്ച് നേരം അതിലോട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആണെങ്കിലോ സ്വിമ്മിങ് പൂളെല്ലാം ക്ലീനാക്കാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ അവിടെ വേറൊരു ടീമിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ മക്കളെ കുറേ കറങ്ങുന്ന അതിൽ ഇരിപ്പിച്ചു, അതിൽ കുറേ കറക്കി. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ ഊഞ്ഞാലയിൽ ഞങ്ങളെ ഇരുത്തി മോൻ്റെ കൂടെ പറഞ്ഞു വീഡിയോ എടുക്കാൻ. അവൻ വീഡിയോ എടുക്കുമ്പോൾ ഊഞ്ഞാൽ ആടിയപ്പോൾ അവനൊക്കെയുള്ള ഊഞ്ഞാല പോയപ്പോൾ അവൻ കുറേ വഴക്കായി. അങ്ങനെ അവിടുന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയത്ത് ഞങ്ങൾ ഓടി ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു. ഹസ്ബൻഡിൻ്റെ ഇവിടെ വന്ന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ആംബിയൻസൊക്കെ ഓക്കെ, ജസ്റ്റ് ഓക്കെ. ഇനിയും പണി തീർന്നാൽ ഇതൊക്കെ ആകുമെന്ന് വിചാരിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് എൻജോയ് ഒക്കെ ചെയ്ത് ഞങ്ങളുടെ രീതിയിൽ എൻജോയ് ഒക്കെ ചെയ്ത് വീട്ടിലേക്ക് പോവാൻ തയ്യാറെടുത്തു. മോളെ വണ്ടീൻ്റെ മുന്നിൽ എടുത്തിച്ച് ജസ്റ്റ് വണ്ടി ഇങ്ങനെ മടി കുത്തിന്നിട്ട് തിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.